ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുംബൈ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന കഥയെപ്പറ്റിയാണ് കേട്ടോ പറയുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് കഥയിലേക്ക് പോവാം. രോഹിത്ത് വന്നതറിയാതെ അലീനയ്ക്ക് ഫോൺ ചെയ്യാൻ കേട്ടോ രേവതിക്കുട്ടി. ഇതിനിടയിൽ രോഹിത്തിന് വേണ്ടി രേവതിക്കുട്ടിയെ കല്യാണം ആലോചിക്കുന്നുണ്ട് അലീന. ആദ്യം കേട്ടപ്പോൾ എനിക്ക് ആ പീഡനവീരനെ വേണ്ടാന്ന് പറഞ്ഞ് രേവതിക്കുട്ടി റിജക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെയാണ് മനസ്സിലായേ അലീന സീരിയസ് ആയിട്ടാണ് പറയുന്നതെന്ന്. അത് കേട്ടപ്പോൾ ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറയുന്നുണ്ട് രേവതിക്കുട്ടി. പെട്ടെന്ന് അലീന ഫോൺ രോഹിത്തിന് നേരെ നീട്ടുന്നുണ്ട്. രേവതിക്കുട്ടിയാണെന്ന് മനസ്സിലായതും എടി മരം കൊത്തിന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട് രോഹിത്ത്. അയ്യോ, ഇയാളെപ്പോഴാ കുളത്തുപുഴയിലെത്തിയത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. അലീന ചേച്ചിക്കൊന്ന് ഫോൺ കൊടുത്തേ. അതിന് നമ്മൾ സംസാരിച്ച് തീർന്നില്ലല്ലോ. രോഹിയേട്ടാ പ്ലീസ്, അലീന ചേച്ചിക്കൊന്ന് ഫോൺ കൊടുക്ക്, നമുക്ക് പിന്നെ സംസാരിക്കാം. പെട്ടെന്ന് രോഹിത്ത് അലീനയ്ക്ക് ഫോൺ കൈമാറി. എന്താ മോളെ? അലീന ചേച്ചി സത്യം പറ, ചേച്ചി ഇപ്പോൾ എവിടെയാ? കടപ്പാട്ടൂരാണോ? അതെന്തൊരു ചോദ്യം, ഞാൻ കുളത്തുപുഴയിലാണെന്ന് ആദ്യമേ പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിച്ചതെല്ലാം രോഹിയേട്ടൻ കേട്ടോ? സംശയം എന്താ? ഞാനാണെങ്കിൽ ഇവിടെ സ്പീക്കർ ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓ എൻ്റെ ദൈവമേ, എനിക്ക് വയ്യ. ഞാൻ ഇനി എങ്ങനെ രോഹിതേട്ടൻ്റെ മുഖത്തേക്ക് നോക്കും? ഉടനെ ഒന്നും നീ അവൻ്റെ മുഖത്തേക്ക് നോക്കണ്ട. ഒന്ന് പോ ചേച്ചി, എന്തൊക്കെയാണ് ഞാനീ പറഞ്ഞത്? ഷോ, കഷ്ടമായിപ്പോയി. അലീന ചേച്ചി ഭയങ്കര ചതിയ ചെയ്തത് കേട്ടോ. എൻ്റെ അനിയനല്ലേടി, അവൻ അതൊക്കെ അങ്ങ് സഹിച്ചോളും. അല്ല ചേച്ചി, ഈ രോഹിയേട്ടൻ എങ്ങനെയാ കുളത്തുപുഴയിലെത്തിയത്? അലീന ചേച്ചിയുടെ താമസ സ്ഥലമൊക്കെ രഹസ്യമാക്കി വെച്ചിരുന്നതല്ലേ? അച്ഛൻ കൂട്ടിക്കൊണ്ട് വന്നതാ മോളെ. അപ്പോൾ അലീന ചേച്ചി ആരാണെന്ന് സത്യമൊക്കെ രോഹിയേട്ടൻ അറിഞ്ഞോ? അച്ഛൻ അവനോട് പറഞ്ഞു. എൻ്റെ ഈശ്വര, സത്യമാണോ അലീന ചേച്ചി? ഞാൻ അതെല്ലാം വിശദമായി പിന്നെ നിന്നോട് പറയാം. അതും പറഞ്ഞ് അലീന ഫോൺ കട്ട് ചെയ്തു. നേരം വെളുത്തപ്പോഴേക്കും ബാലചന്ദ്രമേനോന്റെ വിളി വന്നു. അലീന ഫോൺ എടുത്ത് നേരെ രോഹിത്തിന്റെ അടുത്തേക്ക് ഓടി. രോഹിത്താണെങ്കിൽ പ്രാവുകൾക്ക് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. രോഹിത്തെ ഫോൺ എടുക്ക്, അച്ഛനാ വിളിക്കുന്നേ. രോഹിത്ത് ഫോൺ അറ്റൻഡ് ചെയ്തു. അങ്ങേ തലയ്ക്കുന്ന് ബാലചന്ദ്രമേനോന്റെ ശബ്ദമുയർന്നു. നീ എപ്പോഴാ വരുന്നേ? വൈകിട്ട് വന്നാ പോരെ അച്ഛാ. നിന്റെ അമ്മ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുക. പെട്ടെന്ന് നീങ്ങുവാ. ആ ശരി, ഞാൻ വന്നോളാം അച്ഛാ. രോഹിത്ത് ഫോൺ കട്ട് ചെയ്ത് അലീനയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുകയാണ്. അച്ഛൻ പറയുന്നു ചെല്ലാൻ. അമ്മ അവിടെ വഴക്കുണ്ടാക്കിയെന്ന്. ഉടനെ അലീന വാത്സല്യത്തോടു കൂടി പറയുക. ഉച്ചയോടും കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം അലീന അവനെ തോട്ടം കാണിക്കാൻ കൊണ്ടുപോയി. ഉച്ചയൂണ് കഴിഞ്ഞുടൻ അവൻ തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. രോഹിത്തിന്റെ മുഖത്തെ സങ്കടഭാവം കണ്ട് അലീന അവനോട് പറഞ്ഞു. നീ എന്തിനാ വിഷമിക്കുന്നേ? ഇനി നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ. പാലായിൽ നിന്ന് 3-4 മണിക്കൂറത്തെ യാത്രയല്ലേ ഉള്ളൂ. ചേച്ചി ഞങ്ങളുടെ വീട്ടിലല്ലേ, അവിടെ വന്ന് താമസിക്കേണ്ടതല്ലേ? ചേച്ചിയുടെ കൂടെ വീടല്ലേ അത്? ചേച്ചി അവിടെയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതൊന്നും സാരില്ലട മോനെ, നിനക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാലോ. നീ ബബിതയും കൃഷ്ണമോളെയും നല്ല പോലെ ശ്രദ്ധിക്കണം. അച്ഛൻ്റെ മനസ്സിൽ കേടാത്തൊരു തീയുണ്ട്, അതിനെ നീ വേണം തണുപ്പിക്കാൻ. അമ്മയോട് ഒരിക്കലും ദേഷ്യം കാണിക്കരുത്. ചേച്ചി, അമ്മയുടെ ഭാഗത്ത് ഒട്ടും തന്നെ നീതിയില്ല, അതെനിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. സാരില്ലട മോനെ, നമ്മളത് ക്ഷമിക്കണം. തുടർന്ന് രോഹിത്ത് അലീനയുടെ യാത്ര പറഞ്ഞ് പാലായിലേക്ക് തിരിച്ചു. അവൻ കടപ്പാട്ടൂർ വീട്ടിലേക്ക് തിരിച്ചെത്തി. തൊട്ടടുത്ത നിമിഷം വീട് സംഘർഷഭരിതമായി. അവൻ മുറിയിൽ കയറി വാതിലടച്ചു. വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തിയ ബബിതയും കൃഷ്ണമോളും വൈജയന്തിയുടെ ഭാവമാറ്റം കണ്ട് അന്താളിച്ച് നിൽക്കുകയാണ്. ഒരുത്തന്റെ ധിക്കാരം കണ്ടില്ലേ? വായി തോന്നിയത് മുഴുവൻ വിളിച്ചു പറയാം. അമ്മയാണെന്നുള്ള ബോധം പോലുമില്ല. ഉടനെ ബബിത പറയുകയാണ്. അല്ല, അമ്മയല്ലേ ആദ്യം തുടങ്ങി വെച്ചത്? എന്ത് തുടങ്ങി വെച്ചുന്ന്? ഇന്നലെ എവിടെയായിരുന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. ശരി, സമ്മതിച്ചു. അമ്മയ്ക്ക് അച്ഛനോട് ചോദിക്കാമായിരുന്നല്ലോ, അച്ഛനല്ലേ കുടുംബനാഥൻ. ഉടനെ ബബിതയോട് കയർത്തുകൊണ്ട് വൈജയന്തി പറയുകയാണ്. നേരം വെളുത്തപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മകനോട് ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നെന്ന് ചോദിക്കാനുള്ള അധികാരം ഒരമ്മയ്ക്കില്ലേ? അമ്മേ, അച്ഛനല്ലേ രോഹിത്തേട്ടനെ കൂട്ടിക്കൊണ്ടു പോയത്. ഇന്നലെ അച്ഛൻ തിരിച്ചു വന്നപ്പോൾ എന്തുകൊണ്ടാണ് അമ്മ ചോദിക്കാതിരുന്നത്? എനിക്കപ്പം മനസ്സുണ്ടായില്ല, അതിന് നിനക്കെന്താ? ബബിതയുടെ നേർക്ക് ഒരു എരിയുന്ന നോട്ടം നോക്കിക്കൊണ്ട് തല വെട്ടിച്ച് വൈജയന്തി റൂമിൽ കയറി വാതിലടച്ചു. തുടർന്ന് അല്പം നേരം അവർ കട്ടിലിരുന്നു. ദേഷ്യം അടങ്ങിയപ്പോൾ വൈജയന്തി എഴുന്നേറ്റു. രോഹിത്തിന്റെ വായിൽ നിന്നും വീണ വാക്കുകൾ വൈജയന്തിയുടെ ചെവിയിൽ അലയടിച്ചു. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അമ്മയ്ക്ക് പറയാൻ പറ്റൂ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്? അമ്മ സത്യസന്ധയാണോ? യാതൊരു തെറ്റും ചെയ്യാത്തവളാണോ? രോഹിത്തിന്റെ ആ വാക്കുകൾ തിരമാല പോലെ ചെവിയിലേക്ക് അടിച്ചു കയറുകയാണ് വൈജയന്തിക്ക്. അവൻ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ തന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ബാലേട്ടന് തന്റെ മേൽ സംശയം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആഗ്ര കൺട്രോൾമെന്റും സ്റ്റാൻലി ജോസഫും തങ്ങൾ ഒരുമിച്ച് താമസിച്ച ക്വാർട്ടേഴ്സുമെല്ലാം വൈജയന്തിയുടെ ഓർമ്മയിലേക്ക് അലയടിച്ചു വന്നു. തന്റെ മനസ്സിൽ ദീർഘകാലമായി കുഴിച്ചു മൂടിയത് അത്രയും ഇരട്ടി ശക്തിയോടെ പുറത്തേക്ക് വരുന്നതായി വൈജയന്തിക്ക് തോന്നി. ആഗ്രയിലെ പഠനം, ഗംഗേട്ടന്റെ ക്വാർട്ടേഴ്സിൽ ഇടയ്ക്കിടെ വരാറുണ്ടായിരുന്ന പുനലൂരുകാരനായ ജൂനിയർ ഓഫീസർ, കരുത്തനും പരുക്കനുമായ യുവാവ്. അയാൾ അവധിക്ക് നാട്ടിൽ പോയി വരുമ്പോൾ മാലതി ചേച്ചിയെ കൈമാറുന്ന അച്ചാറിന്റെ ടിന്നുകൾ, പുനലൂരിലുള്ള അമ്മ തന്റെ മകൻ അവധിക്ക് വരുമ്പോൾ ഭദ്രമായി പാക്ക് ചെയ്ത് വിടുന്ന വിശിഷ്ട ഭോജനങ്ങളായിരുന്നു അവ. അതെല്ലാം മകൻ സുപ്പീരിയർ ഓഫീസറുടെ വീട്ടിൽ കൊണ്ടുപോയി സമ്മാനിക്കുകയായിരുന്നു. അതിന് കാരണം ഗംഗേട്ടനും മാലതേടത്തിയും കുറച്ച് രുചിയുള്ള അച്ചാറുകളും പലഹാരങ്ങളും കഴിച്ചോട്ടെ എന്ന് വെച്ചല്ല. അവിടെ സുന്ദരിയായ ഒരു യുവതി താമസിക്കുന്നുണ്ടായിരുന്നു. സുപ്പീരിയർ ഓഫീസറുടെ അനുജത്തി. അവളെ കാണണം, സംസാരിക്കണം.
പലഹാരങ്ങളും അച്ചാറുകളും നന്നായിരുന്നോ എന്ന് മാലതി ചേച്ചിയോടാണ് ചോദിക്കുന്നതെങ്കിലും തന്റെ മുഖത്തു നിന്നാണ് ഉത്തരം പ്രതീക്ഷിക്കുന്നത്. അയാളുടെ ഓരോ വരവിലും ആ കള്ളത്തരങ്ങളുണ്ടായിരുന്നു. ഗംഗേട്ടന് ആ ജൂനിയർ ഓഫീസറോട് വലിയ വാത്സല്യമായിരുന്നു. ബുദ്ധിമാനാണ്, സമർത്ഥൻ. അവൻ ഉയരങ്ങൾ താണ്ടി കടന്നുപോകും. കുറഞ്ഞപക്ഷം ഒരു ബ്രിഗേഡിയറോ കമാൻഡറോ ആയേക്കാം. അതിനുള്ള കാലിബർ അവനുണ്ട്. ഈ വാക്കുകൾ ഗംഗേട്ടൻ പലതവണ മാലതി ചേച്ചിയോട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അന്ന് തുടങ്ങിയതാണ് ഈ ആരാധന. ഗംഗേട്ടനും മാലതിയേടത്തിയും ഉള്ളപ്പോൾ കൂടുതലൊന്നും സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല. എങ്കിലും നോട്ടത്തിലും ചിരിയിലും എല്ലാം ഉണ്ടായിരുന്നു. സ്വതവേ പരുഷ്യ പ്രകൃതമാണ്. യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത വലിയ ഉരുണ്ട കണ്ണുകൾ, കർശനമായ വാക്കുകൾ. ഗൗരവമുള്ള ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി എത്തുമ്പോഴേക്കും കണ്ണുകളിലെ അഭാവം മാറും. അവിടെ സ്നേഹം തിളങ്ങുകയും അഭിലാഷം നേടുകയും ചെയ്യുന്നു. അതൊരു അത്ഭുത പ്രതിഭാസമാണെന്ന് തോന്നിയിട്ടുണ്ട്. തന്നെ കാണുമ്പോൾ മാത്രം എങ്ങനെയാണ് ഈ കർക്കശക്കാരനായ സൈനികൻ സൗമ്യരൂപനായി മാറുന്നത്? ഗംഗേട്ടൻ ഡൽഹിയിലെ മിലിറ്ററി ക്വാർട്ടേഴ്സിലേക്ക് മാറിയതിനു ശേഷമായിരുന്നു സ്വാതന്ത്ര്യത്തോടൊന്ന് സംസാരിക്കാൻ തുടങ്ങിയത്. ആഗ്രയിലെ സെന്റ് ക്ലെയർ സ്കൂളിൽ തനിക്ക് ജോലി ലഭിച്ചത് സ്റ്റാലിയുടെ റെക്കമെൻഡേഷൻ മൂലമായിരുന്നെന്ന് വൈജയന്തി ഓർത്തു. മിക്കപ്പോഴും കാണും, സംസാരിക്കും. ലോക്കൽ കോളുകൾ വിളിക്കാം, കത്തുകൾ കൈമാറാം. ആ സ്നേഹബന്ധം ഒരു വടവൃക്ഷം പോലെ തഴച്ചു വളരുവാൻ 1 വർഷം മാത്രമേ എടുത്തുള്ളൂ. എന്തൊരു സ്നേഹമായിരുന്നു അത്! ഊണിലും ഉറക്കത്തിലുമെല്ലാം ഒരാളെപ്പറ്റി മാത്രമായിരുന്നു ചിന്ത. ഇപ്പോൾ എന്തു ചെയ്യുകയായിരിക്കും? ഭക്ഷണമൊക്കെ നേരവണ്ണം കഴിക്കുന്നുണ്ടോ? ഉറക്കം ശരിക്കും കിട്ടുന്നുണ്ടോ? മിലിറ്ററി ക്വാർട്ടേഴ്സിൽ പോയിരുന്ന് എന്നത്തെയും പോലെ മദ്യപിക്കുന്നുണ്ടോ? അതെല്ലാം പിറ്റേന്ന് കാണുമ്പോൾ ചോദിക്കും. സ്റ്റാൻലി ആണെങ്കിൽ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി നൽകുകയും ചെയ്യും. ഇന്നലെ എത്ര പെഗ് കഴിച്ചു, എത്ര സിഗരറ്റ് വലിച്ചു, എത്ര കലോറി ഫുഡ് അകത്താക്കി, ഇതെല്ലാം കൃത്യമായി പറയും. പിന്നെ സ്റ്റാൻലിക്കുള്ള ഉപദേശമാണ്, അത്രയും മദ്യം കഴിക്കാൻ പാടില്ല കേട്ടോ, സിഗരറ്റിന്റെ എണ്ണം മാക്സിമം കുറയ്ക്കണം. അങ്ങനെ ഓരോരോ നിബന്ധനകൾ വരും. സ്റ്റാൻലി ചിലതൊക്കെ സ്വീകരിക്കും. സ്റ്റാൻലി ഒരു കാര്യം സമ്മതിച്ചാൽ അത് കൃത്യമായി പാലിക്കുകയും ചെയ്യും. പാലിക്കാൻ പറ്റാത്തതാണെങ്കിൽ തല പോയാലും ശരി, സമ്മതിച്ച് തരത്തുമില്ല. സ്റ്റാൻലിയുടെ ചില ദുശീലങ്ങളെ ചൊല്ലി ഇണങ്ങിയും പിണങ്ങിയും പല അടവുകളും പയറ്റിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ കലഹിച്ചിട്ടുമുണ്ട്. ചെറിയ ചെറിയ മാറ്റങ്ങളെല്ലാം വരുത്താൻ തനിക്ക് സാധിച്ചിരുന്നു. വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും പിന്മാറിയതായി തന്റെ ഓർമ്മയിലില്ല. ഒരിക്കൽ നേരിട്ട് ചോദിച്ചു, നമ്മുടെ ഈ ബന്ധം എവിടെ ചെന്ന് നിൽക്കും? എല്ലായിടത്തും നിൽക്കും. ഗൂഢമായ ഒരു ചിരിയോടെയാണ് സ്റ്റാൻലി ഇത് പറഞ്ഞത്. എല്ലായിടത്തുനിന്ന് വെച്ചാൽ എത്തേണ്ടിടത്തെല്ലാം. താജ്മഹലിന്റെ പിൻഭാഗത്ത് യമുനാ നദിക്ക് അഭിമുഖമായി ഒരു മാർബിൾ ഗോപുരത്തിൽ ചാരി നിന്നുകൊണ്ടാണ് സ്റ്റാൻലി ഇത് പറയുന്നത്. ഒഴിവ് ദിവസങ്ങളിൽ സ്റ്റാൻലിയോടൊപ്പം ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നതിലും സന്തോഷം തനിക്ക് വേറെ ഇല്ലായിരുന്നു. ഒന്നുകിൽ ആഗ്ര ഫോർട്ടിൽ, അല്ലെങ്കിൽ താജ്മഹലിൽ. വീണ്ടും വൈജയന്തി ചോദിച്ചു, ഈ എത്തേണ്ടിടത്തെല്ലാം എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? എനിക്കത് മനസ്സിലായില്ല. സ്റ്റാൻലിയുടെ കണ്ണുകളിലേക്കാണ് നോക്കുന്നത്. എവിടെയാണ് ആദ്യം എൻ്റെ സ്നേഹം എത്തേണ്ടത്? നിന്റെ മനസ്സിൽ അതെത്തിക്കഴിഞ്ഞില്ലേ? അത് സത്യമായിരുന്നു. സ്റ്റാൻലിയുടെ ശബ്ദം കാതിൽ വീഴുമ്പോഴേക്കും ഒരു ഉണർവ് ശരീരമെമ്പാടും വ്യാപിക്കും. നിശ്ചലമായിരുന്ന ഒരു ബാറ്ററി ചാർജ് ചെയ്യുന്നത് പോലെ. ഫോണിലാണ് സംസാരിക്കുന്നതെങ്കിൽ ഫോൺ വെക്കല്ലേ എന്നായിരിക്കും പ്രാർത്ഥന. അടുത്തുണ്ടെങ്കിൽ അകന്നു പോകരുതേന്നും. സ്റ്റാൻലിയുടെ ശബ്ദം കേട്ടാ സ്റ്റാൻലി അടുത്തുണ്ടെങ്കിൽ പിന്നെ സമയത്തിന്റെ കുതിരയുടെ വേഗതയാണ്. അത് പാഞ്ഞുപോയി അങ്ങേ അറ്റത്ത് ചെന്നിട്ട് മുന്നറിയിപ്പ് തരും, സമയം തീരാറായി. ഇവിടെയാണെങ്കിൽ സംസാരിച്ചു തുടങ്ങിയിട്ടേയുള്ളൂ. നേരിൽ കണ്ട് കൊതി തീർന്നിട്ടില്ല. അപ്പോഴേക്കും ആകാശത്ത് ഇരുട്ട് വ്യാപിച്ചിട്ടുണ്ടാവും. ഇതെവിടെ ചെന്ന് എത്തുമെന്ന് താൻ ചോദിച്ചത് വേറൊന്നും അറിയാനല്ല. എന്നെ കല്യാണം കഴിക്കുമല്ലോ, അത് മാത്രം അറിഞ്ഞാൽ മതി. അതുമാത്രം ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി, എനിക്ക് വിശ്വാസമാണ്. ഛേ, ഇത്രയും ചീപ്പായിട്ടൊരു ചോദ്യം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. നിനക്ക് എങ്ങനെ തോന്നി എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കാൻ? താനെന്തോ മഹാ അപരാധം ചെയ്ത പോലെയാണ് സ്റ്റാൻലിയുടെ മറുപടി. മഴത്തോരു മുമ്പേ എന്ന പരമ്പരയിൽ ഇനി വരാൻ പോകുന്നത് വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള കഥയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്